ഇതാണ് ഓൾഡ് ഗോവ ടണൽ. അങ്ങനെ ആലീസ് മോളും പപ്പയും ഗോവയിൽ മൂന്നാമത്തെ ദിവസമാണ്. തന്നെയാണെന്ന് നോർത്ത് ഗോവയിൽ വാഗത്തോറിലാണ് അപ്പാർട്ട്മെൻറ്റാണത്. ഇവിടെയാണ് റൂം എടുത്ത് നടന്നത്. ഞങ്ങൾ ഇന്ന് ഒരു സ്വിഫ്റ്റ് ഡിസയർ ഇവിടെ കിടക്കുന്നു. സ്വിഫ്റ്റ് ഡിസയറിലാണ് ഇന്നത്തെ യാത്ര. നേരെ നമ്മുടെ പുണ്യാളൻ്റെ പള്ളിയിലേക്ക് ഓൾഡ് ഗോവ പോയിട്ട് പിന്നെ അവിടെ നിന്ന് കറങ്ങി ഇന്ന് ഫുൾ ഡേ നമ്മൾ കറക്കമാണ്. ഫുൾ ഡേ കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് വീട്ടിൽ കയറാം. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മുടെ ഗോവൻ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറ്റ കൊടുത്ത ടാറ്റ ടാറ്റ. അങ്ങനെ നമ്മൾ ഗോവയിലെ പ്രസിദ്ധമായ ഫ്രാൻസിസ് പുണ്യാളൻ്റെ തിരുശേഷിപ്പല്ലേ ഫുൾ ബോഡി ഇരിക്കുന്ന ബസിലിക്ക ബോം ജീസസ് എന്ന് പറഞ്ഞ ചർച്ചിലാണ്. നല്ല തിരക്കുണ്ട്. ദിവസമായിട്ട് ഒരു തിരക്കാട്ടോ. ഇതിലൂടെ കയറി അപ്പുറത്തൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞേ. കയറി നോക്കാം. വാ, ഇത് വാങ്ങിട്ട് വാ. ബസിലിക്ക ബോം ജീസസ് പുണ്യാളം കാണാൻ പോലീസ. പതുക്കെ ട്ടാ. ഇത് ഗോവയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ചർച്ചാണ്. 1554 പണി തുടങ്ങിയിട്ട് 1605 അവസാനിച്ചിട്ടുള്ള ഒരു ചർച്ചാണിത്. ഇഗ്നേഷ്യസ് ലയോളയുടെ ഫ്രണ്ടായിരുന്നു ഫ്രാൻസിസ് സേവിയർ. അങ്ങനെ ആണ് ഇവരൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തത്. ഇത്രയും വർഷം പഴക്കമുള്ള ചർച്ചായിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് സംരക്ഷിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഫ്രാൻസിസ് സേവിയറുടെ തിരുശേഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകാം. ഡിസംബർ 11, 1553 ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി ഗോവയിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്ന് വന്ന് ഇതൊരു സിൽവർ കാസ്കറ്റിലാക്കിയിട്ട് 1637 മുതൽ ഇതിവിടെ സംരക്ഷിച്ച് പോരുന്നതാണ്. കുറച്ചുകൂടി താഴെ നിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു ഇത് കണ്ടപ്പോൾ. എനിവേ ഈ ഏരിയകളെല്ലാം ഈ പള്ളിയും അതിൻ്റെ ഇത്രയും വർഷമുള്ള ഈ പള്ളിയാണ് ഓൾഡ് ഗോവയിലെ. ഇതെല്ലാം അവർ നല്ല രീതിയിലാണ് സംരക്ഷിച്ച് പോരുന്നത്. ഇതിൻ്റെ അകത്തും പുറവും എല്ലാം അവർ ഭംഗിയായിട്ട് സംരക്ഷിച്ച് പോകുന്നുണ്ട്. ഓൾഡ് ഗോവയിലെ പഞ്ചിമിൽ ഒരുപാട് ചർച്ചുകളും കാര്യങ്ങളൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലുള്ള വേറൊരു ചർച്ചിലാണ്, സെൻറ്റ് അഗസ്റ്റിൻ ടവർ. ഇത് മുന്നൊരു ചർച്ചായിരുന്നു. 1597 പണി തുടങ്ങിയിട്ട് 1602 പണി തീർത്തൊരു ചർച്ചായിരുന്നു. 1842 ഈ പള്ളി പൊളിക്കുകയാണ് ഉണ്ടായത്. ഗോവയിലെ ഒരുപാട് പോളിസി ചേഞ്ചസും പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇനി ഉണ്ടായതെന്നാണ് പറയുന്നത്. 1871 ഈ പള്ളിയിലെ ബെല്ല്, നമ്മൾ മണിയടിക്കുന്ന ബെല്ല് ഇവിടെ നിന്നുള്ള ഓൾഡ് ലേഡി ഇമാക്കുലേറ്റ് ചർച്ചിലേക്ക് മാറ്റി. പിന്നെ ഇതിൻ്റെ പൊളിക്കൽ പിന്നെയും തുടർന്നിട്ടുണ്ട്. 1938 ഏകദേശം ഈ ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട് ഈ സാധനം. ഈ ചർച്ച് ഇപ്പോഴും ആ കൺസ്ട്രക്ഷനൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആൾത്താരൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ആൾത്താരായിരുന്നു. പിന്നെ ഈ പള്ളിക്ക് 4 ടവർ ഉണ്ടായിരുന്നു. ആ 4 ടവറിൽ ഒരു ടവറാണ് ഈ കാണുന്നത്. ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയിട്ടും കാലപ്പഴക്കം കൊണ്ട് പോയതൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇതിൻ്റെ സ്ട്രക്ചറെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഈ കാണുന്നത് വൈസ്രോയ ആർച്ചാണ്. മാൻഡോബി റിവറിൻ്റെ പോയിന്റിലാണ് ഈ ആർച്ച് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഫെറിയാണ്. ഗ്രാൻഡ് ഫാദർ വാസ്കോ ഡ ഗാമയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് സൺ ഫ്രാൻസിസ്കോ ദ ഗാമ 1597 മുതൽ 1600 വരെ ഗോവ ഗവർണറായിരുന്ന ആളാണ് ഈ ആർച്ച് ഇവിടെ നിർമ്മിച്ചത്. ഇതിൻ്റെ ചരിത്ര പ്രസിദ്ധമായ കുറേ പോയിന്റ്സ് കണ്ടതുകൊണ്ടാണ് ഞാനും ഇവിടെ വരാൻ കാരണം.
ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഓൾഡ് ഗോവയിലുള്ള ഓൾഡ് ഗോവ ടണലാണ്. 400 മീറ്റർ നീളമുള്ള ഒരു ടണലാണിത്. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമാണ്. നിയർ ബൈ അട്രാക്ഷൻ ഇന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥലമാണ്. ഇവിടെ എല്ലാവരും അങ്ങനെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഗോവയുടെ വീഡിയോസിലൊന്നും. എനിവേ ഈ സ്ഥലത്ത് ഉള്ളിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ബലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അലിസേനെയും ഫിലുവിനെയും വണ്ടിയിലിരുത്തിയിട്ടാണ്. നല്ല വെയിലാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ട്രെയിൻ വരുമ്പോൾ അവിടെ ഒരു റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലാഗ് എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾ റെയിലിൽ നിന്ന് മാറി നിൽക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിവേ നമ്മൾ ട്രെയിൻ വരുന്നതിന് മുന്നേ ഇവിടുന്ന് പോകണം. അപ്പോൾ ഇതാണ് ഓൾഡ് ഗോവ ടണൽ. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഫൊണ്ടീനാസ് ഇൻസ്റ്റാ സ്പോട്ടാണ്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ഇത് പോർച്ചുഗീസ് കോളനിയാണ്. പണ്ടത്തെ പോർച്ചുഗീസ് കോളനിയാണ്. അപ്പോൾ അത് ആ ടെക്സ്ചറിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോസും പരിപാടിയൊക്കെ എടുക്കുന്നത്. കണ്ടില്ലേ, ഏരിയ ഒക്കെ അങ്ങനെയുള്ളൊരു ഏരിയയാണ്. ചൂടിന് ഇതുവരെ കുറവൊന്നായിട്ടില്ല. 4 മണിയായി. അതുകൊണ്ട് ഫിലിമോളൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മോള് നല്ല ഉറക്കമാണ്. ഈ സ്റ്റെപ്പാന്ന് തോന്നുന്നു, നല്ല രസമുണ്ട് സ്റ്റെപ്പ് കാണാൻ. അങ്ങനെ നമ്മൾ ഗോവയിലൊരു കിഡിലൻ സൈറ്റ് സീയിങ് ആയിട്ടുള്ള ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിൻ്റെ മുന്നിലേക്കാണ് വന്നിട്ടുള്ളത്. നേരെ നമ്മൾ നടന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത് തുടർന്നൊരു 7-8 മിനിറ്റ് നടക്കണം. വണ്ടിയുടെ അടുത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല. ഈ പഞ്ചിം സിറ്റിയൊക്കെ പണ്ട് ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. മീൻപിടുത്തക്കാരുടെ ഒക്കെ താമസിക്കുന്ന ഒരു വില്ലേജ് ആയിരുന്നു. അവിടെയാണ് ഈ ചാപ്പല് പണിതത് 1541. അതിനുശേഷം ഈ പള്ളി വലുതാക്കി പണിതു 1600. നമ്മൾ നേരത്തെ കണ്ട സെന്റ് അഗസ്റ്റീൻ ചർച്ച് എന്നുള്ള ബെല്ലാണ് ആയിരിക്കുന്ന ബെല്ല്. നേരെ കാണുന്ന ബെല്ല് സെന്റ് അഗസ്റ്റീൻ ചർച്ചിൽ നിന്ന് കൊണ്ടുവന്ന ബെല്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇമാക്കുലേറ്റ് ചർച്ചിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത്. ആ കാണുന്ന ബെല്ലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇമാക്കുലേറ്റ് ചർച്ച്. അങ്ങനെ നമ്മൾ പഞ്ചിം സിറ്റിയിൽ നിന്ന് യാത്ര പറയുകയാണ്. നമ്മളിനി ഇവിടുന്ന് 18 കിലോമീറ്റർ അകലെയുള്ള സിംഗുറിയം ഫോർട്ടിലേക്കാണ് പോകുന്നതാണെങ്കിലോ നമ്മുടെ മൻഡോവി ബ്രിഡ്ജിൻ്റെ മുകളിലേക്കൂടെ 3.6 കിലോമീറ്റർ ലെങ്ത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ ബ്രിഡ്ജാണ് മൻഡോവി ബ്രിഡ്ജ്. 2014 ഇതിൻ്റെ പണിയെല്ലാം കഴിച്ച് നമുക്ക് ഈ ബ്രിഡ്ജ് ഓപ്പണായി കിട്ടിയത്. 482 കോടി സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് പണിതത്. അപ്പോൾ നമുക്കിനി ഈ യാത്ര മൻഡോവി ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കടന്ന് 18 കിലോമീറ്റർ അപ്പുറമുള്ള സിംഗുറിയം ഫോർട്ടിലേക്ക്. സിംഗുറിയം ഫോർട്ട് അത് കാണാനുള്ള പരിപാടിയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഡേ ഞങ്ങളോട് അവസാനിപ്പിക്കാനാണ് സാധ്യത. കാരണം അത്യാവശ്യം രാവിലെ തൊട്ട് കറങ്ങി ഇവിടുത്തെ സൺസെറ്റ് സൂപ്പറാന്ന് പറഞ്ഞത്. ഇവിടുത്തെ സൺസെറ്റും ഇവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. പക്ഷേ ഏറ്റവും അറ്റത്താണ് പാർക്കിംഗ് കിട്ടിയത്. ഫിലുവിനെ അലിസിനെ അവിടെ ഇറക്കിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. താജിൻ്റെ ഹോട്ടലാണ് താഴെ. താജിൻ്റെ ഹോട്ടലിൽ ചേർന്നിട്ടാണ് ഈ സംഭവം നിൽക്കുന്നത്. കിട്ടിയ വ്യൂ ആണെന്നാണ് പറയണേ. എന്തായാലും കുറേ നടക്കാനുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് തുറന്ന് കുറേ നടക്കണം. നടന്നുകൊണ്ടിരിക്കണം. ഒടുവിൽ നമ്മൾ ഈ ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ 1612 പണി കഴിപ്പിച്ച ഒരു കോട്ടയാണിത്. ഇവിടെ ഒരുപാട് ജനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ സൺസെറ്റ് സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പോൾ സൺസെറ്റ് കാണാൻ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബീച്ചിനോട് ചേർന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. ജെറ്റ് സ്കീയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആളുകൾ ഇവിടുത്തെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നിട്ടുള്ളതെന്നാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കിടിലനാണ്. അങ്ങനെ നമ്മുടെ ഗോവൻ ട്രിപ്പിൻ്റെ നമ്പർ 3 എപ്പിസോഡ് ഇവിടെ തീരാണ്. ഈ ഫോർട്ടിൻ്റെ താഴെ നിന്നുള്ള ബീച്ചും ഈ
കാറ്റും ഈ സൺസെറ്റിങ് അവസാനിപ്പിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോനോട് ബൈ പറയുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ.